വെൽക്കം ഗായ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വ്യൂസിനെ കുറിച്ചാണ്. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ നമ്മൾ കുറേ വെബ് പേജസ് ചേർത്ത് വെക്കുന്നത് പോലെ ഒരു ആപ്പിന് നമുക്ക് കുറേ പേജുകൾ ആവശ്യമായി വരും. ഈ പേജുകൾക്കാണ് നമ്മൾ വ്യൂസ് എന്ന് പറയുന്നത്. സോ നമ്മൾ വ്യൂസ് എങ്ങനെ ഉണ്ടാക്കാം, വ്യൂസിൽ നിന്ന് എങ്ങനെ ഒരു വ്യൂ നിന്ന് മറ്റേ വ്യൂവിലേക്ക് സ്വിച്ച് ചെയ്യാമെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു വ്യൂ നമ്മൾ ആദ്യമായിട്ട് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഏത് വ്യൂ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് കാണാം ആകെ ഒരു main.xml എന്ന് പറഞ്ഞ ഒരൊറ്റ XML ഫയലേ ഉള്ളൂ. സോ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ വ്യൂ ഇൻസേർട്ട് ചെയ്യാനായി ഈ 3 ഡോട്ട്സിൽ പോയിട്ട് വ്യൂ മാനേജർ ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു വ്യൂ ഉണ്ടാക്കാം. സോ നമുക്ക് വ്യൂവിന് വ്യൂ 1 എന്ന് പേര് കൊടുക്കാം. വ്യൂ 1. സോ നാം വ്യൂ 1 എന്ന് പേര് കൊടുത്തു. ഇതേപോലെ ഇതിൻ്റെ തീം ഫുൾ സ്ക്രീൻ, നോ ആക്ഷൻ ബാർ, ഡിഫോൾട്ട് എന്ന് 3 ഓപ്ഷൻ ഉണ്ട്. ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ ബാർ ഉള്ളതും ഫുൾ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഫുൾ സ്ക്രീൻ ആയിട്ടുള്ളതും ഒക്കെയാണ്. അതേപോലെ സ്ക്രീൻ ഓറിയൻറ്റേഷൻ നമുക്ക് പോർട്രേറ്റോ ലാൻഡ്സ്കേപ്പോ അല്ലെങ്കിൽ രണ്ടിലേക്കും സ്വിച്ച് ചെയ്യാൻ പറ്റിയ ബൂത്തോ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ അത് ഡിഫോൾട്ട് വാല്യൂസ് കൊടുത്ത് നമുക്ക് പേജ് ഉണ്ടാക്കാം. സോ നമുക്ക് ഇവിടെ കാണാം 2 വ്യൂസ് ഉണ്ട്. ഒന്ന് main.xml-ഉം ഒന്ന് view1.xml-ഉം. മെയിൻ XML ആണ് നമ്മൾ ആദ്യം ആപ്പ് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് വ്യൂ 2-ൽ നിന്ന് നമുക്കൊരു ടെക്സ്റ്റ് വ്യൂ ആഡ് ചെയ്യാം. സോ നമുക്ക് വ്യൂ ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ നമുക്ക് ഒരു ടെക്സ്റ്റ് വ്യൂ കൊടുക്കാം. ടെക്സ്റ്റിൻ്റെ പേര് വ്യൂ 1. വ്യൂ 1 എന്ന പേര് കൊടുത്തുന്നു. ശേഷം ചെയ്താൽ മതി. നമുക്ക് വ്യൂ 1. ശേഷം നമ്മളൊരു ബട്ടൺ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ നമ്മൾ മെയിൻ ആക്ടിവിറ്റിയിലും നമ്മളൊരു ബട്ടൺ ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു വ്യൂവിലേക്ക് പോകണം. മറ്റേ വ്യൂവിൽ നിന്ന് അവിടെയുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വ്യൂവിലേക്ക് വരണം. 2 വ്യൂസും തമ്മിൽ സ്വിച്ച് ചെയ്ത് കളിക്കണം ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ. അതിനെ നമ്മൾ ലോജിക്കിൽ പോവുക. നമുക്ക് ഒരു ഇൻഡൻറ്റ് ആവശ്യമുണ്ട്. ഒരു ഇൻഡൻറ്റ് ആഡ് ചെയ്യുക. ശേഷം നമ്മൾ ഈ ബട്ടൺ 1, അതാണ് നമ്മളെ ബട്ടൺ. ഈ ബട്ടൺ 1 പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഇവിടെ ഈ ബ്ലോക്കിൽ ഡിസൈൻ ചെയ്യണം. സോ നമ്മൾ കോമ്പണൻസിൽ പോവുക. ശേഷം സെറ്റ് സ്ക്രീൻ. ഈ സെറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഈ ബ്ലോക്കാണ് നമ്മൾ ഒരു വ്യൂ നിന്ന് മറ്റൊരു വ്യൂവിലേക്ക് സ്വിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ നമ്മൾ മെയിൻ ആക്ടിവിറ്റിയിലാണ്. സോ നമ്മൾ വ്യൂ 1-ലേക്ക് പോകണം. ശേഷം നമ്മൾ ആ ഇൻഡൻറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളൊരു വ്യൂ നിന്ന് മറ്റൊരു വ്യൂവിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ തൽക്കാലത്തെ ഒരു ലോജിക്ക് അനുസരിച്ച് നമുക്കൊരു ഫിനിഷ് ആക്ടിവിറ്റി കൊടുക്കുന്നത് നല്ലതാണ്. ഈ ഫിനിഷ് ആക്ടിവിറ്റി നമ്മുടെ ഇൻറ്റൻറ്റിനെയല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് നമ്മുടെ ആ പേജ് മൊത്തം അങ്ങ് ക്ലോസ് ആവും. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു പേജിലേക്ക് സ്വിച്ച് ആയതിനു ശേഷമാണ് ഈ പേജ് ക്ലോസ് ആവുന്നത്. അപ്പോൾ നമുക്ക് പ്രശ്നമില്ല. നമ്മളിത് കൊടുക്കുന്നത് എന്തെന്നാൽ നമ്മളിത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു വ്യൂ നിന്ന് മറ്റൊരു വ്യൂവിലേക്ക് 2-3 തവണ പോയി എന്ന് വിചാരിക്കുക. അങ്ങനെ പോയാൽ നമ്മൾ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ പോയ അതേ പാത്തിലൂടെ വീണ്ടും തിരിച്ചു വന്നിട്ടേ നമുക്ക് ആപ്പ് എക്സിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതിനാണ് നമ്മൾ അവിടെ ഫിനിഷ് ബ്ലോക്ക് കൊടുക്കുന്നത്. ഈ ഒരു വ്യൂവിൽ നമ്മൾ ഒരു കോമ്പണൻ്റ് ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഇൻറ്റൻറ്റ് ഓരോ വ്യൂസിനും ഓരോ ഇൻറ്റൻറ്റ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇവിടെയും ഐ എന്ന പേരുള്ള ഒരു ഇൻറ്റൻറ്റ് ആഡ് ചെയ്യാം. ശേഷം നമുക്ക് സെറ്റ് സ്ക്രീൻ അവിടെ കൊടുത്ത പോലെ തന്നെ ഇവിടെയും സെറ്റ് സ്ക്രീൻ ഇൻറ്റൻറ്റ് ആയിക്കോട്ടു. ഇത് നമുക്ക് പോകേണ്ടത് മെയിൻ ആക്ടിവിറ്റിയിലേക്കാണ്. ശേഷം ഇൻറ്റൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ശേഷം ഒരു ഫിനിഷ് ബ്ലോക്ക് നമുക്ക് നമ്മുടെ ആപ്പിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആഡ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ പ്രോസസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഈ ഫിനിഷ് ആക്ടിവിറ്റി നമ്മൾ പേജ് സ്വിച്ച് ചെയ്യുമ്പോൾ മാത്രമേ കൊടുത്തിട്ട് കാര്യമുള്ളൂ. സോ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ മെയിൻ വ്യൂവിലാണുള്ളത്. ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ വ്യൂ 1-ലേക്ക് സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മെയിൻ വ്യൂവിലേക്ക് പ്രസ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ബട്ടൺ പ്രസ്സിൽ വ്യൂസ് ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡ് മുതൽ നമ്മൾ കൃത്യമായ ലോജിക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു എപ്പിസോഡ് മിസ് ചെയ്യാതെ ഈ ട്യൂട്ടോറിയൽ സീരീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു പ്രൊഫഷണലായിട്ട് ഈ സ്കെച്ച്വെയർ ആപ്പ് ഉപയോഗിച്ച് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പ്രാപ്തരായിരിക്കും. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ടിരിക്കുക. താങ്ക് യു.